ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒപ്പോ K5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ മികച്ച സ്പെസിഫിക്കേഷൻസോട് കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോ K5. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് നോച്ചൊക്കെ ഉണ്ടെങ്കിലും 84% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡിസ്പ്ലേ കുറിച്ച് എടുത്ത് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 730G എന്ന് പറയുന്ന സമയത്ത് വളരെ മികച്ചൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് കൂടിയാണത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ColorOS 6 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. 6GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ 8GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. നമുക്ക് ചെറിയ വേരിയൻറ്റുകളായിട്ടുള്ള 128 നമുക്ക് 256GB വരെ SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിലൊരു ക്വാഡ് ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ 64 മെഗാപിക്സലിൻ്റെ നമുക്ക് f1.8 അപ്പർച്ചറോട് കൂടി വരുന്ന പ്രൈമറി ലെൻസ് ഉണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. അങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നമുക്ക് റിയർ സൈഡിൽ ഒരു LED ഫ്ലാഷും കാണാൻ സാധിക്കും. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിൻ്റെയാണ്. അത് നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4000 mAh ആണ് ബാറ്ററി വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 30 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 60-65% നമുക്ക് 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല സ്മാർട്ട് ഫോണുകളിലും USB Type-C പോർട്ട് വരുന്ന സമയത്ത് ഓഡിയോ ജാക്ക് ഉണ്ടാവാറില്ല. ഈ സ്മാർട്ട് ഫോണിന് രണ്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നീ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഈ ഒരു ഒപ്പോ K5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 18,000 രൂപയാണ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിന്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ ആയിരുന്നു നമ്മൾ ചൈനയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് December 26 അറിയാൻ സാധിച്ചത്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഒപ്പോ K5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.